വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റുകളും ആരും കമൻറ്റ് ചെയ്യരുതെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പല കാലഘട്ടങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാവുന്നതാണ്. മാറാട് കലാപം അത് ഒരൊറ്റ കലാപമല്ല, 2 കലാപമുണ്ട്. അതുകൊണ്ട് തന്നെ മാറാട് 1-ാം കലാപമെന്നും 2-ാം കലാപമെന്ന പേരിലും ഈ കലാപങ്ങൾ അറിയപ്പെടുന്നു. ഈ 2 കലാപങ്ങളിൽ വെച്ച് ഏറ്റവും കുപ്രശസ്തി ആർജിച്ചത് 2003 സംഭവിച്ച 2-ാം മാറാട് സംഭവമാണ്. എന്നാൽ 1-ാം മാറാട് സംഭവം പറയാതെ നമുക്ക് 2ലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. 2002 ജനുവരി മാസം മാറാട് ഒരു വലിയ തർക്കം നടന്നു. പറഞ്ഞു വരുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തർക്കമാണ്. കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നം ഒരു നിസ്സാരമായ കാര്യമല്ലെങ്കിൽ പോലും അവിടെ നടക്കുന്ന ആ തർക്കം അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പബ്ലിക് ടാപ്പിൽ നിന്നും കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. മനുഷ്യർ തമ്മിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആ തർക്കം മതത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെങ്കിലോ ഏറ്റവും നീചമായിട്ടുള്ളൊരു തർക്കം അതുതന്നെയായിരിക്കും. ഹിന്ദുക്കളും മുസ്ലിംകളും പരസ്പരം ചേരി തിരിഞ്ഞ് വാക്പോരാണ് അവിടെ സംഭവിച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നായിരിക്കും നമ്മൾ പലരും ചിന്തിക്കുക. എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും അതിന് കാരണമായി മാറി. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ടല്ലോ, മറ്റ് മതങ്ങളെ കളിയാക്കിക്കൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള കമൻറ്റുകൾ. അത്തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നതെന്നൊക്കെയാണ് നമ്മൾ കരുതുക. പക്ഷേ അത്തരത്തിലുള്ള കമൻറ്റുകൾക്ക് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അനവധി ആളുകൾ തമ്മിൽ തല്ലിച്ചാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ നാട് തന്നെ കത്തിച്ചാമ്പലാകാൻ ആ ഒരു കമൻറ്റിന് തന്നെ സാധിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് 1-ാം മാറാട് സംഭവം. അവിടെയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. പരസ്പരം മനുഷ്യർ വെട്ടിയും കുത്തിയും മരിക്കാൻ തുടങ്ങി. ആ ഒരു കലാപത്തെ തുടർന്ന് 3 ഹിന്ദുക്കളും 2 മുസ്ലിംസുമാണ് മരണമടഞ്ഞത്. പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ് ഈ ആക്രമണങ്ങളൊക്കെ സംഭവിച്ചത്. പക്ഷേ പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അക്രമകാരികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. 1-2 പേരല്ല, 393 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ 213 BJPക്കാരുണ്ടായിരുന്നു, 86 മുസ്ലിം ലീഗ്, 78 CPM CPI മെമ്പേഴ്സ്, പിന്നെ 2 NDF എന്ന സംഘടന നിലവിലില്ല. അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഇതിനു പുറമെ വേറെയും ചില പാർട്ടികൾ പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. 1-2 പാർട്ടികളല്ല, ഇവിടെയുള്ള സകല പാർട്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അവർക്ക് ഒരു വോട്ട് ബാങ്ക് മാത്രമാണ് മതവും ജാതിയുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും. അതിൻ്റെയും ഒരു ഉദാഹരണമാണ് ഈ സംഭവം. പിന്നീടുള്ള ഒരു വർഷം കാര്യമായിട്ട് സംഭവ വികാസങ്ങളൊന്നും അരങ്ങേറിയില്ല. എന്നാൽ 2003 മെയ് മാസം 2-ാം തീയതി വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. സംഭവം നടക്കുന്നത് ഒരു ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. അത് മണൽപ്പരപ്പാണ്, ബീച്ചാണല്ലോ, ബീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണൽപ്പരപ്പാണ്. അരയ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് മീൻപിടുത്തക്കാർ അവിടെ കൂട്ടം കൂടി ഇരിക്കുകയാണ്. പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് അവരങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്ത് രസം കൊല്ലികളായി അവിടേക്ക് വലിയ വാളും കത്തിയുമൊക്കെയായി ഒരു കൂട്ടം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നു. എത്തിയവരെല്ലാം എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിംസ് ആയിരുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകൾക്ക് പോലും ഇരയാകേണ്ടി വന്നു. അന്ന് കൊല്ലപ്പെട്ടവരിൽ ഈ മീൻപിടുത്തക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അതുവഴി കടന്നുപോയ വഴിപോക്കർ പോലും ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ തൊട്ടടുത്തുണ്ടായിരുന്ന ക്ഷേത്ര ദർശനത്തിനു വേണ്ടി പോയ ഒരു വ്യക്തിയാണ്. മറ്റൊരാൾ ആ പരിസര പ്രദേശത്തുണ്ടായിരുന്ന ഒരു ചായക്കടക്കാരനുമാണ്. വടിവാളുകളും പിച്ചാത്തിയും മാത്രമായിരുന്നില്ല ആ കൊലപാതകികളുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരുപാട് ബോംബുകൾ ഉണ്ടായിരുന്നു.
ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് നേർ അവർ ആ ബോംബുകൾ വർഷിക്കുകയും ചെയ്തു. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ബോംബും കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല. അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ മരണസംഖ്യ ഗണ്യമായി വർദ്ധിച്ചേനെ. അന്ന് കൊല്ലപ്പെട്ടവരിൽ 8 പേര് ഹിന്ദുക്കളും ഒരാൾ മുസ്ലിമുമായിരുന്നു. അവിടെ കൊല ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന കൊലയാളികൾ പെട്ടിട്ടുള്ള ഒരാളാണ് അവിടെ മരണമടഞ്ഞ ആ മുസ്ലിം. ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ നിന്നും അബദ്ധവശാൽ ഏറ്റിട്ടുള്ള ഒരു പ്രഹരത്തെ തുടർന്നാണ് ആ വ്യക്തി മരണമടയുന്നത്. സംഭവ വികാസങ്ങളൊക്കെ കേട്ടറിഞ്ഞ് പോലീസ് ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും കൊലപാതകികൾ ഓടി രക്ഷപ്പെട്ടു പോയിരുന്നു. ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് കുറേയധികം കൊലപാതകികൾ ഓടി രക്ഷപ്പെട്ടത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മുസ്ലിം പള്ളിയിലാണ്. പോലീസുകാർ അവരുടെ പിന്നാലെ ഓടിപ്പോയെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പോലീസുകാരെ ആ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ആ ഒരു ആർട്ടിക്കിളിൽ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മറ്റ് പല ആർട്ടിക്കിളും പരിശോധിച്ചെങ്കിൽ പോലും ഈ വാർത്ത മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഊഹമായിട്ട് മാത്രം നമുക്ക് കരുതാം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അതിൻ്റെ സോഴ്സ് സഹിതം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഫോഴ്സ് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന കൊലപാതകികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോയെന്നാണ്. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലൂടെ ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ആ മുസ്ലിം പള്ളിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെ കണ്ടെടുക്കാൻ സാധിച്ചു. കൂടാതെ ഇവിടെ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ആ പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ആളുകളല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഒപ്പം വെളിയിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഒന്നാം മാറാട് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണെങ്കിൽ, രണ്ടാം മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് NDFിലും മുസ്ലിം ലീഗിലും മാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയായിരുന്നു. ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ UDF ഗവൺമെൻറ്റാണ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. UDF ഗവൺമെൻറ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധമായിട്ട് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. തോമസ് P. ജോസഫ് ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം അധികം വൈകാതെ തന്നെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ്. മാറാട് പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല, ബാഹ്യമായിട്ടുള്ള ഇടപെടലുണ്ട്, ബാഹ്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പോലീസ് ഫോഴ്സ് ഒരു വലിയ പരാജയമാണെന്നും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു രീതിയിലും അത് മനസ്സിലാക്കാനോ അതിന് തടയിടാനോ സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം ഒരു വലിയ കലാപം തന്നെ നടക്കേണ്ടതാണ്. പ്രതികാര നടപടികളുമായിട്ട് ഹിന്ദുക്കൾ മുന്നിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷേ കാര്യമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നില്ല. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് ഫോഴ്സിന് തന്നെയാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് സാധാരണക്കാരായിട്ടുള്ള അണികൾ മാത്രമല്ല ഇവിടെ കുറ്റക്കാർ. അവരെ അതിലേക്ക് നയിച്ചിട്ടുള്ള ചില നേതാക്കന്മാരും കുറ്റക്കാരാണ്. വ്യക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കാണാം. ഡിസ്ട്രിക്ട് കളക്ടറായ TO സൂരജ് മുഹമ്മദ്, അതിനു പുറമെ മുസ്ലിം ലീഗ് നേതാക്കന്മാരായ PP മൊയ്തീൻ കോയ, മായിൻ ഹാജി. കൂടുതൽ വ്യക്തമായിട്ടുള്ള പഠനത്തിന് CBI നേരിട്ട് തന്നെ അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പക്ഷേ അന്നത്തെ UDF ഗവൺമെൻറ് CBI അന്വേഷണത്തിനൊന്നും മുതിരുന്നില്ല. 2009 ആദ്യത്തെ വിധി വരുമ്പോൾ അത് ഒരു റെക്കോർഡ് തന്നെയായിരുന്നു. 63 പേരെയാണ് ശരിക്കും ശിക്ഷിച്ചത്. ഓൾറെഡി ഒരാൾ 4 വർഷം ജയിലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്ക് പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല. ബാക്കി ഉണ്ടായിരുന്ന 62 പേർക്കും ജീവപര്യന്തമാണ് ശിക്ഷ ലഭിച്ചത്. പിന്നീട് 2012 കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശമുണ്ടായി. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല യഥാർത്ഥ പ്രതി, ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാരുണ്ട്, അവരെ കൂടി പ്രതിപട്ടികയിൽ ചേർക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ സജഷൻ. അതിനുവേണ്ടി CBI നേരിട്ട് അന്വേഷിക്കണമെന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. ആ ഘട്ടമായപ്പോഴേക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ്. ഉമ്മൻചാണ്ടിയുടെ പല നീക്കങ്ങളും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണെന്ന് അന്ന് കടുത്ത ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. BJPയും ഹിന്ദു ഐക്യവേദിയും CPIMും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അവരുടെ എല്ലാം ആവശ്യം CBI അന്വേഷണം വേണമെന്നായിരുന്നു. പക്ഷേ CBI അന്വേഷണം ഉണ്ടാകുന്നത് പിന്നീട് മോഡി ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോഴാണ്. CBI പുതിയ FIR ഇട്ട് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. പുതിയ അന്വേഷണത്തിൽ 2 പേർ കൂടി പ്രതി ചേർക്കപ്പെട്ടു.
രണ്ടുപേരും മുസ്ലിം ലീഗിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. PP മൊയ്തീൻ കോയയും മായിൻ ഹാജിയും. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അന്വേഷണം അവസാനിപ്പിക്കാൻ സാധിച്ചു. വിധിയും പ്രഖ്യാപിച്ചു. ആ വിധി പ്രകാരം 8 പേർക്ക് തൂക്കുകയറാണ് വിധിക്കപ്പെട്ടത്. 54 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു. കേരള ഹൈക്കോടതി 8 പേരുടെ തൂക്കുകയറ് ജീവപര്യന്തമാക്കി കുറച്ചു. പല ആളുകളും ഹർജിയുമായിട്ട് പോയതുകൊണ്ട് ഇത് ഒരു അന്തിമ വിധിയില്ലാതെ ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിധിന്യായം നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പല ആളുകൾക്കും പല സന്ദർഭത്തിലും ജാമ്യം ലഭിക്കുകയുണ്ടായി. CBI പുതിയതായി പ്രതി ചേർത്ത ആളുകളെ ഹൈക്കോടതിക്ക് ശിക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം അവരെ ശിക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള തെളിവുകൾ കിട്ടുന്നത് വളരെയധികം പ്രയാസമാണ്. കാരണം അവർ നേരിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളല്ല, നേരിട്ട് അവർ ആ ഒരു ആക്രമണത്തിൻ്റെ ഭാഗവും ആയിരുന്നില്ല. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ഫൈനൽ വെർഡിക്റ്റ് ഉണ്ടായിട്ടില്ല. അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. വർഷങ്ങൾ കഴിയും തോറും ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കും തുറന്നു കിട്ടുക. കാരണം പല സാക്ഷികളും കൂറുമാറുന്നുണ്ട്. വർഷങ്ങൾ കഴിയും തോറും സാക്ഷികൾ സ്വാഭാവികമായിട്ടും മരണമടയാനുള്ള സാധ്യതയുമുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണ്. കോടതി വ്യവഹാരങ്ങൾ അത് വർഷങ്ങളോളം നീണ്ടുപോകുന്നതാണ്. ശരിക്കും ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ, പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജഡ്ജിമാരും മറ്റ് ഓഫീഷ്യൽസും ഉണ്ടായിരിക്കണം. കൂടുതൽ കോടതി സമുച്ചയങ്ങൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ട ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഇത്തരത്തിലുള്ള വംശഹത്യകൾ, കൂട്ടക്കൊലപാതകങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടാവരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കുക മാത്രമല്ല നമുക്കതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ്. കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പറയുന്ന പല കുറ്റവാക്കുകളും പല കളിയാക്കലുകളും പല സോഷ്യൽ മീഡിയ കമൻസും വലിയ രീതിയിലുള്ള ലഹളകൾക്ക് കാരണമാകും. മാറാട് അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് കുറ്റം പറയാം, പക്ഷെ നിങ്ങൾ കുറ്റം പറയേണ്ടത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മതത്തിൽ സംഭവിക്കുന്ന അനീതിക്കെതിരെ ആയിരിക്കണം. അങ്ങനെ ഓരോ വ്യക്തികളും അവരുടെ തന്നെ മതത്തിലുള്ള അനീതികൾക്കെതിരെ കുറ്റങ്ങൾ കണ്ടെത്തി പറയുകയാണെങ്കിൽ മതങ്ങൾ കൂടുതൽ പരിഷ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ഒരു വംശീയ കലാപം നടക്കുന്നതല്ല. നിങ്ങളുടെ മതത്തിലുള്ള കാര്യങ്ങളാണ് ശരി, മറ്റു മതങ്ങളൊക്കെ തെറ്റാണ്, നിങ്ങളുടെ മതത്തിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നൊക്കെ വാദിച്ചാൽ ആ വാദം അവസാനിക്കുന്നത് വലിയ കൊലപാതകങ്ങളിൽ മാത്രമായിരിക്കും. നിങ്ങൾ മറ്റു മതങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാം. പക്ഷേ ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്നും മറ്റു ദൈവങ്ങളൊക്കെ തെറ്റാണെന്നും പറയുന്നത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വലിയ വംശഹത്യയ്ക്കും കൊലപാതകങ്ങൾക്കും കാരണമായി മാറും. നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടൻറ്റും മനഃപ്പാഠമാക്കണോ? 50 അക്കമോ 100 അക്കമോ ഒക്കെ ഉള്ള ഒരു വലിയ സംഖ്യ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കണോ? കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കണോ? അങ്ങനെയാണെങ്കിൽ 25ഓളം വ്യത്യസ്തമായിട്ടുള്ള മെമ്മറി മെത്തേഡുകളും ട്രിക്കുകളും അടങ്ങിയിരിക്കുന്ന ഈ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. കോഴ്സുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.